ഇന്നൊരു ഹെയർ ടോണിക് അല്ല ഹെയർ ഷാമ്പൂ എന്ന് പറയും. നല്ല കെമിക്കലൊന്നും ഇല്ലാത്ത നല്ല നാച്ചുറലായിട്ടുള്ള ഷാമ്പൂ. കണ്ടാൽ വലിയ ഭംഗിയൊന്നുമില്ല, ഭംഗിയൊന്നും നോക്കണ്ട, മുടിക്ക് നല്ല ഹെൽത്ത് കിട്ടുന്ന ഒരു ഷാമ്പൂ ആണ്. മുടി നല്ല സമൃദ്ധമായിട്ട് വളരുകയും ചെയ്യും. കഞ്ഞിവെള്ളത്തിലാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് വേസ്റ്റാക്കി കളയണ കഞ്ഞിവെള്ളമില്ലേ, അതിനകത്താണ് ഉണ്ടാക്കുന്നത്. ഒരു പാടുമില്ല. ഇതുപോലെ ഞാൻ അതിനകത്ത് ഈ സാധനങ്ങളെല്ലാം ഇട്ടേക്കണം. എന്തിനാ വെച്ചാൽ അത് തലയിൽ ഇങ്ങനെ തേച്ച് കഴിയുമ്പോൾ അതിൻ്റെ പൾപ്പും കൂടി തലയിൽ തേക്കുമ്പോഴത്തേനും നല്ല സിൽക്കി ആയിട്ടിരിക്കും മുടി നല്ല സമർത്ഥമായിട്ട് വളരും. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഈ വീഡിയോയിലേക്ക് പോകാം. ഇന്ന് തലയിൽ തേക്കണ ഒരു മുടി സമർത്ഥമായിട്ട് വളരുന്ന ഒരു സാധനമായിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. നമുക്ക് അതിനായിട്ട് ഉപയോഗിക്കുന്നത് കഞ്ഞിവെള്ളം. ഞാൻ കഞ്ഞിവെള്ളം എടുത്ത് ഒഴിച്ച് വെച്ചിരുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അതിൻ്റെ പുളിപ്പുണ്ടാകാൻ വേണ്ടി. കഞ്ഞിവെള്ളത്തിന് കുറച്ച് പുളിപ്പുണ്ടാവുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. തലേദിവസത്തെ കഞ്ഞിവെള്ളമാണെങ്കിൽ അത് നല്ലതാണ്. രാവിലെ തിളപ്പിക്കുന്ന ചോറാണെങ്കിൽ വൈകുന്നേരത്തേക്ക് കഞ്ഞിവെള്ളം നല്ലതാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാനത് ഒഴിച്ച് വെച്ചിരുന്നത്. ചിലപ്പോൾ അറിയാണ്ട് എടുത്ത് നമ്മൾ കളയുമല്ലോ, കളയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എടുത്ത് വെച്ചത്. അതിലേക്ക് ഒരു 5-8 ചെമ്പരത്തിപ്പൂ ഇതിനകത്തേക്ക് ഇട്ടിട്ട് ഇത് തിളപ്പിക്കുകയൊന്നും വേണ്ട കേട്ടോ. ഇങ്ങനെ കാണിച്ചൊന്ന് പിഴിഞ്ഞ് എടുക്കുക. നല്ല പോലെ ഞെരടി അതിൻ്റെ കളറും അതിൻ്റെ പഴുപ്പും എല്ലാം കൂടി ഇങ്ങനെ ആക്കിയെടുക്കണം. പിന്നെ എളുപ്പത്തിന് വേണമെങ്കിൽ മിക്സിയിലിട്ട് ഒരു കറക്കിയെടുക്കാം. അപ്പോൾ നമുക്കത് വേണ്ട. നമ്മൾ കൈയും കൊണ്ട് നാച്ചുറലായിട്ട് ഉണ്ടാക്കുന്ന ഒരു ഹെയർ പാക്ക് അല്ലെങ്കിൽ ഹെയർ ടോണിക്കെന്നോ എന്ത് വേണമെങ്കിലും പറയാം. ചെമ്പരത്തിപ്പൂവും ഏറ്റവും കൂടുതൽ എന്തോരം ഉണ്ടോ അത്രയും കൂടുതൽ ഇടുവാണെങ്കിൽ നമ്മുടെ മുടിക്ക് നല്ല സിൽക്കി ആയിട്ടിരിക്കും. നല്ല മുടി നല്ല സമർത്ഥമായിട്ട് താഴെ പോലെ വളരുകയും ചെയ്യും. എന്നിട്ട് ഇതങ്ങ് പിഴിഞ്ഞ് കളയാം. അല്ലെങ്കിൽ ഇതിനകത്ത് കിടന്നു ഓർത്തുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇത് തലയിൽ തേക്കാനായിട്ട് തലയിൽ വെച്ചിട്ട് കഴുകി കളയാൻ പാടാണെങ്കിൽ ഞാൻ എടുത്ത് കളഞ്ഞേക്ക്. കാണാനൊരു ഭംഗിയില്ലേ? ഇതിനകത്തേക്ക് വേറൊരു സാധനം കൂടെ ചേർക്കണം. ഇത് കരിഞ്ജീരകമില്ലേ, കരിഞ്ജീരകം വറുത്ത് പൊടിച്ച് ഇപ്പം എടുത്തതാണേ. പൊടിക്കണം വറുക്കണം കാണിച്ചില്ല. അത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കും. നല്ല പോലെ ഇങ്ങനെ യോജിപ്പിക്കണം. പൊടിയായതുകൊണ്ട് ആ വെള്ളത്തിലേക്ക് അലിയാനായിട്ട് ഇച്ചിരി താമസമുണ്ട്. ഇനി ഇത് മാത്രം താളിയായിട്ട് ഉപയോഗിച്ചാൽ മതി. ഈ കരിഞ്ജീരകം കൂടെ ചെല്ലുമ്പോഴത്തേനും നമ്മുടെ മുടിക്ക് ഒരു നല്ല ഹെൽത്ത് ഉണ്ടാവും. കഞ്ഞിവെള്ളവും ചെമ്പരത്തിപ്പൂവും കൂടെ ഉള്ള താളി അതിനകത്ത് കരിഞ്ജീരകം പൊടിച്ച് ചേർക്കണം. ഏറ്റവും നല്ലതാണ്. നമ്മുടെ മുടി എങ്ങോട്ടെങ്കിലും പോകുമ്പോഴത്തേനും ഷാമ്പൂ ഒന്നും തേക്കാതിരിക്കുക. കെമിക്കലില്ലാത്ത നല്ലൊരു ഷാമ്പൂ. ഇങ്ങനെ കറുത്തിരുന്നോക്കൊണ്ട് ഒരു കുഴപ്പമില്ല. കഞ്ഞിവെള്ളവും ചെമ്പരത്തിപ്പൂവും കൊണ്ടുള്ള നല്ല കോമ്പിനേഷനാണ്. ഈ പിള്ളേരെയൊക്കെ തല തേപ്പിക്കാം. കരിഞ്ജീരകം കൂടെ കൂട്ടി ചേർക്കുമ്പോഴത്തേനും മുടിയൊക്കെ പെട്ടെന്ന് വളരും. എനിക്കിവിടെ ഇപ്പോൾ ഇതൊക്കെ ഞാൻ ഉണ്ടാക്കി തുടങ്ങിയിട്ട് കുറച്ചേ ഉള്ളൂ. മോള് കുഞ്ഞായിരിക്കുമ്പോൾ ഈ അറിവൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ചെയ്ത് കൊടുക്കായിരുന്നു. എന്നാലും അവൾക്ക് മുടിയുണ്ട് കേട്ടോ. ഇപ്പോഴത്തെ പേരൻസ് ശ്രദ്ധിക്കുക. പിള്ളേർക്ക് നല്ല മുടി ഉണ്ടാകാൻ ഇഷ്ടമുള്ള പിള്ളേരാണ് എല്ലാവരും. അവർക്ക് ഇങ്ങനത്തെയൊക്കെ ഒരു പാക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ മുടിയൊക്കെ വളർന്നു കഴിയുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമാവില്ലേ? അമ്മമാരോട് സ്നേഹക്കൂടുതലും ഉണ്ടാവും. അമ്മ എനിക്ക് ഉണ്ടാക്കി തന്നതാണെന്ന് വിചാരിച്ച് ഉണ്ടാക്കി കൊടുക്കുമ്പോഴത്തേനും ഒരു സ്നേഹക്കൂടുതലും ഉണ്ടാവും. ഇത് തലയിലിഞ്ഞ് തേച്ചിട്ട് കുളിക്കുന്നതിന് അരമണിക്കൂർ കുളിക്കാൻ ബാത്റൂമിൽ കയറി കഴിയുമ്പോൾ തലയിൽ തേച്ചിട്ട് മേലൊക്കെ തേച്ച് തലയൊക്കെ അവസാനം കഴുകി കളഞ്ഞാൽ മതി കേട്ടോ. ഇനി ഇത് തേച്ച് കഴിഞ്ഞിട്ട് ഷാമ്പൂ തേക്കണ്ടേ. ഷാമ്പൂവിൻ്റെ ഫലമാണ് ഇതിന്. മുടി നല്ല പോലെ വളരുകയും ചെയ്യും. മുടി നല്ല സിൽക്കി ആയിട്ട് ഇരിക്കുകയും ചെയ്യും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. ഞാൻ ഇതുപോലത്തെ വീഡിയോകൾ കുറേ ഇട്ടിട്ടുണ്ട് എൻ്റെ ചാനലിൽ. എല്ലാവരും ഒന്ന് കയറി നോക്കണം കേട്ടോ. എന്നിട്ട്
ഒന്ന് പ്രയോഗിച്ച് നോക്കണം, എന്നിട്ട് ഒരു കമൻറ്റ് ഇടുക കേട്ടോ. താങ്ക് യു.